വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഒരു താങ്ക് യു പറയാടാ. താങ്ക് യു. അയ്യോ സംസാരിക്കുന്നൊക്കെ ഞാനിങ്ങനെ നോക്കായിരുന്നു നടപ്പൊക്കെ കറക്റ്റ്. അണ്ണ സുഖമാണോ? പാറു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അച്ഛനാടാ. അതാണ് ഈ സാമ്യം. ചോദിച്ചേട്ടില്ലേ അണ്ണന്റെ സുഖമാ. അണ്ണൻ എങ്ങനെയാ അണ്ണ? അണ്ണൻ നല്ല അണ്ണനല്ലേ? ഇത് നല്ലെണ്ണയോ? നല്ലെണ്ണയല്ല, നല്ല അണ്ണനാ. പിന്നെ ഇതുപോലൊരു അണ്ണനെ കിട്ടണമെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്യണം. പിന്നെ എന്ത് മ്യൂസിക്കിന്റെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനും പറ്റുന്ന ഒരാളല്ലേ. അപ്പൊ ഒരു ഭാഗ്യമാണ്. ഭാഗ്യം ചെയ്ത അനിയനാണ് ഞാൻ. അതല്ല, അവന് എല്ലാ പാട്ടും മിക്കവാറും തബല വായിച്ചത് മുഴുവൻ ഇവനാണ്. പക്ഷെ ഇതെന്താ വായിക്കാൻ ഒരു മടിയെന്ന് പാർവതി അതും കൂടെ പറയാം. ഇവനെ നിർത്തിക്കൊണ്ട് പറയാല്ലോ, അല്ലെങ്കിൽ ഞാൻ കള്ളം പറയാന്ന്. നമ്മുടെ മാലയും പാട്ട് റെക്കോർഡിങ് നടക്കുമ്പോഴേ ഇവൻ എല്ലാ പാട്ടിനും എന്തെങ്കിലും ഒക്കെ വായിക്കും. ഇപ്പൊ ഈ പാട്ടിലില്ല തബല. അപ്പൊ സാധാരണ ഞാനും അവനും കൂടെ തിരിച്ചു പോകുന്നത് എപ്പോഴും കാറിൽ. അതുവരെ നീ ഭയങ്കര സ്നേഹമാണ് അണ്ണാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി ഉറങ്ങി ഓടിച്ചിട്ട് ഓട്ടോക്കാരന്മാരുടെ മേളിലോട്ട് ഓടിച്ചപ്പോൾ അണ്ണാ എന്ന് വിളിച്ചിട്ട് എന്നെ രക്ഷിച്ചേർക്കവനാ. പക്ഷെ ഈ മാലയും പാട്ട് നടന്നപ്പോൾ ഒരു 4 മണിയായപ്പോൾ അണ്ണാ തലവേദന എടുക്കുന്ന ഞാൻ പോവാന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ ഈ റെക്കോർഡിങ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മ അതെന്താടാ അവനെ കൊണ്ട് തബല വായിപ്പിക്കാത്തത്, കുഞ്ഞ് വിഷമിച്ച് ഇവിടെ വന്ന് കിടക്കുക, അതിന് തബലയില്ല. അവിടെ വന്ന് അമ്മ അടിച്ച അമ്മ എന്നെ കൊണ്ട് തബല വായിപ്പിച്ചില്ല അമ്മയാണെങ്കിൽ അമ്മ നിർത്തി അങ്ങ് കൊന്നു. അവസാനം പെറ്റതള്ളയുടെ പ്രാക്ക് കേൾക്കരുതല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അടുത്ത ദിവസം പോയിട്ട് അത് ഓരോ തബലത്തിലൊരു 3-4 തബലയുണ്ട്. അത് വെച്ചിട്ട് അങ്ങോട്ടും കൊട്ടിച്ച് അവനെ ഹാപ്പിയായി വന്നത്. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അമ്മയുടെ ഒരു വഴക്ക് കിട്ടിയ കാര്യം നടന്നു.